ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എന്തൊക്കെയാണ് ഇന്നത്തേക്ക് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. വളരെ 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 പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ഒക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സാക്രിഫൈസ് ആണ്. മനസ്സിലായി? നമ്പർ 3 ആണ്. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ നിഷ്കളങ്കരായ വ്യക്തികളാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ശരിക്കും മനസ്സിലാക്കാതെ അവർ പറയുന്നതെല്ലാം ശരിയാണ് എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് അവരെ ഒരുപാട് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സ്വഭാവമാണെന്നാണ് ഇവിടെ കാണുന്നത്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നു, ത്യാഗം ചെയ്യുന്നു. പക്ഷെ ഇനിയെങ്കിലും നിങ്ങൾ ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തലാക്കണം. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് നിങ്ങളുടെ സന്തോഷത്തെ കെടുത്താൻ പാടില്ല. എന്തിനു മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ സ്വന്തം ഇഷ്ടത്തെ ത്യജിക്കണം. മനസ്സിലായി? സ്വന്തം ഇഷ്ടത്തെ കൂടി ത്യജിച്ചിട്ടാണ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ പോകുന്നത്. ഇനി അങ്ങനെ ഒരു കാര്യം വേണ്ട. ആ ഒരു സഹായം നിങ്ങൾ ഇനി ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരിൽ നിന്നും നിങ്ങൾക്കൊരു നന്മ പ്രതീക്ഷിക്കാൻ പാടില്ല, പറ്റില്ല. ആരിൽ നിന്നും നിങ്ങൾക്കത് കിട്ടുകയില്ല. അതുകൊണ്ട് തീരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് വേണമെങ്കിൽ നിങ്ങളെ മറ്റെന്തെങ്കിലും ഒരു ഊരാക്കുടുക്കിലാക്കും അവർ. അങ്ങനെയുള്ളവർ എന്തെങ്കിലും ഒരു പണി നിങ്ങൾക്ക് തന്നിരിക്കും. കാരണം നിങ്ങൾ അത്രമാത്രം നിങ്ങൾ നല്ല സ്നേഹമുള്ളവരാണ്, ദയാലുക്കളാണ്. അതുപോലെ മറ്റുള്ളവരോട് ഒരുപാട് അലിവും കാര്യവും കരുണയും സ്നേഹവും ഒക്കെ ഉള്ളവരാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ അതനുസരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും ശരി നിങ്ങൾ അത് സാധിച്ചു കൊടുക്കുന്നത് അല്ലേ? അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കൂ. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കൂ. നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും എന്താണ്? ഹാപ്പിനെസ് ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ഹാപ്പിനെസ്സിലേക്ക് വരിക. മനസ്സിലായോ? അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ ഇത്രമാത്രം ത്യാഗം ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളിലേക്ക് ഐശ്വര്യം വന്നുകൊള്ളും. നിങ്ങളുടെ സോളിന്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കൂ. നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഐശ്വര്യം വരും. ഇവിടെ കണ്ടില്ലേ റെയിൻബോ? അപ്പൊ നിങ്ങൾക്ക് വൈറ്റ് ഫ്ലവർ ആണിത്. സമാധാനം, ശാന്തി ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ ആദ്യം ശ്രദ്ധ പതിപ്പിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? മറ്റുള്ളവരുടെ ഒരുപാട് കാര്യങ്ങളിലെങ്കിൽ ഒരുപാട് ശ്രദ്ധ ചെലുത്താൻ പോവുകയും വേണ്ട. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് നേടാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹമുണ്ട്. 3 ആണ് നമ്പർ. അതുപോലെ തന്നെ നിങ്ങളുടെ ജൂപ്പിറ്റർ ഗ്രഹത്തിന്റെ അനുഗ്രഹമുണ്ട് നിങ്ങൾക്ക്, വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ. നമുക്ക് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് വിക്ടറി ആൻഡ് സക്സസ് ആണ്. കണ്ടില്ല? ഇവിടെ 6 ആണ് നമ്പർ. തീർച്ചയായും ഇവിടെ നിന്ന് മാറ്റമാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നു. അത്രമാത്രം നല്ല ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. ഇനി ഇപ്പോൾ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ജോലിയാണോ, ഏത് കാര്യത്തിലാണോ, സൊസൈറ്റിയിലൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് വിജയിക്കാനും സന്തോഷിക്കാനുമുള്ള അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലായാലും നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാവാം. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും യാത്ര നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം നിങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോ ഇതൊക്കെ ചിലപ്പോൾ വരുമാന മാർഗം വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെതായ വിക്ടറി അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇതുവരെയുള്ള ചില കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം വളരെ വലിയ വിജയത്തിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. നോക്കാം എന്ത് മാറ്റമാണ്, എന്ത് വിക്ടറിയാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ത്രീ ഓഫ് വാൻസിന്റെ എനർജിയാണ്. നിങ്ങൾ എന്തോ വളരെ വളരെ ആകാംക്ഷയോടുകൂടി എന്തോ ഒന്ന് കാത്തിരിക്കുന്നു. ഇത് വന്നു ചേരാതെ നിങ്ങൾക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ ദൃഷ്ടി നട്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ 7 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടാനും അതുപോലെ മറ്റ് ചില രാജ്യങ്ങളിലേക്ക് പോകാനും ഒത്തിരി എഫേർട്ട് എടുത്ത് അത് നേടാനും ചിലപ്പോൾ ഉള്ള ബാധ്യതകളെ നിങ്ങൾക്ക് പരിഹരിച്ചു കൊണ്ടുപോകാനും നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അല്ലെ? അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അതിനായിട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ചില കാര്യങ്ങളിലൊക്കെ ഇവിടെ അവയർനെസ് വരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അവയർനെസ് എന്ന് പറയുന്നത് എന്താണ്? എന്ത് തിരിച്ചറിവുകളാണ് നിങ്ങൾക്ക് ഇനിയും വരാൻ പോകുന്നത്? അതായത് നിങ്ങളുടെ ക്രൗൺ ചക്ര, 7th ചക്രാസിൽ 7th വരുന്ന ചക്രയാണ് ക്രൗൺ ചക്ര. ഈ ക്രൗൺ ചക്ര ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഏതെങ്കിലുമൊക്കെ ചക്രാസ് നിങ്ങൾക്ക് ആക്റ്റീവ് ആകുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ക്രൗൺ ചക്രയുടെ ഒരു ആക്ടിവേഷൻ വരുന്നുണ്ട്. ഇല്ല എങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് ക്രൗൺ ചക്രയെ മനസ്സിൽ കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. അവിടെയാണ് നിങ്ങൾക്ക് പ്രപഞ്ച സത്യം അറിയാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അത് അപ്പോൾ നിങ്ങൾക്ക് ഓറയൊക്കെ നല്ല പ്രകാശത്തോടു കൂടി കാണാൻ സാധിക്കും. അത് വളരെയധികം പവർഫുൾ ആയിട്ട് വരുന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ അങ്ങനെയാണ് പ്രപഞ്ച സത്യം അറിയാനുള്ള കഴിവ്, അതുപോലെ തന്നെ ഈ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ, ഇതൊക്കെയാണ് നിങ്ങളുടെ ഓറയെ പവർഫുൾ ആക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പോ ഇവിടെ 1 ആണ് നമ്പർ. ഇതിവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്, ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നുണ്ട്. അപ്പൊ ചില കാര്യങ്ങളിൽ തിരിച്ചറിവുകൾ വരുമ്പോഴാണ് ജീവിതത്തിന് ഒരു തുടക്കം വരുന്നത്. അപ്പോഴാണ് നിങ്ങൾ കൂടുതൽ സന്തോഷത്തിലേക്ക് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നത് അല്ലെ? എനിക്കത് മനസ്സിലായിട്ടുണ്ട്. എന്ത് കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഒരു പരാജയം വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചില ജോലി കിട്ടുന്നതിൽ പരാജയം വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവാം. അവിടെ എങ്ങനെയാണ്, ഏത് വശത്തുകൂടെയാണ് പരാജയം വന്നത്? അതുമല്ല, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവിടെ എന്ത് പരാജയം വന്നോ? ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം വരുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് ലഭിക്കുന്നത്. അങ്ങനെ ആ കോൺഫിഡൻസ് ലഭിക്കുമ്പോൾ കുറച്ച് നല്ല ആവേശത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പല കാര്യങ്ങളിലും ഇറങ്ങി പുറപ്പെടാൻ സാധിക്കുന്നു, പല കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നു, ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെ ത്യജിക്കാൻ സാധിക്കുന്നു. അതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജീവിതത്തിന്റെ ഒരു തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവയർനെസ് വരുന്നതോടുകൂടി ജീവിതത്തിൽ ഒരു തുടക്കം സംഭവിക്കുന്നു. ഒരു കാർഡ് എടുക്കാം. ഇവിടെ കണ്ടില്ലേ, എന്ത് അവയർനെസ് ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ ജോലി കിട്ടാത്തതാവാം, ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാവാം, ആരെങ്കിലും ഒക്കെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വളരെയധികം പ്രയാസം അനുഭവിച്ചിട്ടുണ്ടാവാം, ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ, അത് എന്തായാലും ചിലപ്പോൾ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യമാകാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കർമ്മ ഒഴിഞ്ഞു പോകുന്നതായിട്ടും, കാരണം നിങ്ങളിലേക്ക് ആൻസസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നു, ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ, ഈ ഒരു സമയം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വരും. ഇവിടെയാണ് നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത്. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം കഴിയുമ്പോഴാണ്.
മനസ്സിലായോ? അപ്പൊ ഇത്രമാത്രം ദുഃഖം നിങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ജീവിതത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പൊ മനസ്സിലാകും ഈ ഒരു പാഠം, ഇത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് നിങ്ങളിവിടെ നിങ്ങളുടെ ജീവിതത്തിൽ. വളരെയധികം വിഷമം, ഉറക്കമില്ലാത്ത ചില രാത്രികൾ, അതുപോലെ തന്നെ എന്താണ് വിചാരിക്കുന്നത് ഒന്നും സാധിക്കുന്നില്ല, പാർട്ട്ണർ പിണങ്ങിപ്പോയിരിക്കുന്നു, അതുപോലെ നല്ല പോലെയുള്ള ചില സുഹൃബന്ധങ്ങൾ പിരിഞ്ഞു പോയിരിക്കുന്നു, നിങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു, ഒരുപാട് സ്നേഹിച്ച ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? അടിക്കടി പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ എന്താണ് മൂല കാരണം എന്താണ് എന്ന് ഇവിടെ മനസ്സിലാക്കാനുള്ള കഴിവ് വരികയാണ്. ഇവിടെ നിന്നുമാണ് ഇത് മനസ്സിലാക്കുന്നത്, ഇവിടെ നിന്നുമാണ് നിങ്ങളുടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ നടക്കുന്നതും നിങ്ങളിലേക്ക് തിരിച്ചറിവുകൾ വരുന്നതും എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ് ആണ്. 4 ആണ് നമ്പർ. ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു. മനസ്സിലായോ? ഇത് കണ്ടില്ലേ റെയിൻബോ? ഇതെന്താണ്? നിങ്ങളുടെ ജീവിതത്തിലെ സ്റ്റെബിലിറ്റിയാണിത്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഭദ്രത കൈവരുന്നുണ്ട്, ഒരു ഉറപ്പ് കൈവരുന്നുണ്ട്, നല്ലതുപോലെ ഒരു അടിത്തറ ഉറയ്ക്കുന്നു. മനസ്സിലായോ? ഒരു ബേസ്മെന്റ്, നമ്മൾ വീടൊക്കെ വെക്കുമ്പോൾ ആദ്യം എന്താണ്? ബേസ്മെന്റ് അല്ലേ കിട്ടുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബേസ്മെന്റ് ഉണ്ടാകുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നടന്നു കയറുന്നത് ഒരു ഫാമിലി സഹിതം നല്ല ഒരു വീട്ടിലേക്കാണ്. ഫാമിലി ഒന്നിച്ചു ചേരാൻ, അച്ഛനമ്മ മക്കൾ ഒക്കെ ഒന്നിച്ചു ചേരാനുള്ള ആഗ്രഹം സഫലമാവുകയാണ് ഇവിടെ. അതുപോലെ തന്നെ അത് ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു വീട് പലർക്കും ഒരു സ്വപ്നമാകും. എത്രയോ കാലം കൊണ്ട് വാടക വീട്ടിലൊക്കെ കഴിഞ്ഞിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. താമസിക്കാൻ റൂം കിട്ടാതെ, അത്യാവശ്യത്തിന് കുടിക്കാൻ ജലം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ ഒക്കെയും കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയെങ്കിലും അവിടെ നിന്നും ഇങ്ങോട്ട് പോന്നാൽ മതി എന്നുള്ള വിചാരത്തോടുകൂടി വളരെയധികം കഷ്ടപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. അപ്പോൾ അവരൊക്കെ നിങ്ങളൊക്കെ എന്താണ് അത് നമ്മുടെ സ്വപ്നം കാണുന്ന കാര്യം എന്താണ്? നല്ലൊരു വീട്. അങ്ങനെ കഴിയുമ്പോൾ എന്താണ്? നല്ലൊരു വീടിനെയാണ് സ്വപ്നം കാണുന്നത് ആദ്യം. അതുപോലെ കുടുംബത്തിൽ എത്തിച്ചേരണം, കുടുംബത്തിൽ ഉള്ളവരോടൊപ്പം ഒന്നിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം. ഇനി ഒന്നും വെള്ളം കുടിച്ചില്ലേലും വേണ്ടില്ല, ഭക്ഷണമില്ലേലും വേണ്ടില്ല, എങ്ങനെയായാലും വീട്ടുകാരോട് ഒന്നിച്ചൊന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ള വളരെ വളരെ വലിയ ആഗ്രഹത്തോടു കൂടി നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം എന്താണ്? കയറിക്കിടക്കാൻ ഒരു വീട്. വാടക കൊടുത്തു മടുക്കും അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഒരുപാട് പ്രാർത്ഥിക്കുന്നത്, എനിക്ക് നല്ലൊരു വീട് കിട്ടണേ, കൊച്ചൊരു വീട് മതി, എനിക്കൊരു കയറിക്കിടക്കാൻ സ്വന്തമായി ഉണ്ട് എന്ന് പറയാനൊരു ഇടം, അതാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില സ്വപ്നങ്ങൾ നിങ്ങൾക്ക് സഫലമാകാൻ പോകുന്നു. ഈ ഒരു സ്വപ്നം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നു, അല്ല എങ്കിൽ അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ആ സ്വപ്നം നിങ്ങൾക്ക് പൂവണിയാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജീവിതത്തിനൊരു അടിത്തറ വരുന്നുണ്ട്, ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിന് വരുന്നുണ്ട്. നേട്ടങ്ങൾ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ വേൾഡ് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? പല കാര്യങ്ങളും എൻഡ് ആകുന്നു. നിങ്ങൾ വിദേശത്ത് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞതേ ഉള്ളൂ. വിദേശത്ത് തന്നെ ഇരിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു സൈക്കിൾ എൻഡാക്കുന്നുണ്ട്. അപ്പോൾ ആ ദുരിതപൂർണമായ സൈക്കിൾ എൻഡാക്കിയിട്ട് നിങ്ങൾ വളരെ സന്തോഷകരമായ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് വരികയാണ്. ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കംപ്ലീഷൻ ആയി കഴിഞ്ഞിരിക്കുന്നു പല കാര്യങ്ങൾക്കും, പിന്നീട് എന്താണ്? പിന്നീട് സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു, ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു. ഇവിടെ നിങ്ങൾക്കൊരു ഉയർച്ച സംഭവിക്കുന്നുണ്ട്. കണ്ടില്ലേ? മറ്റുള്ളവരെയൊക്കെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഒരു ഉയർച്ച വരാനുള്ള സമയമായിരിക്കുന്നു. ഇതുവരെ കഷ്ടപ്പെട്ടതിൽ നിന്നുമൊക്കെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതുവഴി സ്വപ്നങ്ങൾ സഫലമാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നമ്പർ 3 ആണ്. റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നത് നമ്പർ 3 ആണ്. ഇവിടെ റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്?
ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളിൽ ഒരു വിജയമുണ്ടല്ലോ. അർഹത പെട്ടവർക്ക് അംഗീകാരം എന്ന് പറയുമല്ലോ. നിങ്ങൾക്ക് ആ ഒരു അർഹതയുണ്ട്, ആ അംഗീകാരത്തിന് നിങ്ങൾക്ക് അർഹതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാം. നിങ്ങളെ തിരിച്ചറിഞ്ഞ ആൾക്കാർ ആദരിക്കാൻ ചുറ്റിനുമുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങളിലുള്ള കഴിവുകളെ ഇതുവരെയും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. പലരും പറയും എന്തൊക്കെയാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് ചിലപ്പോൾ ചാനലുകളൊക്കെ തുടങ്ങി, പക്ഷെ നിങ്ങളുടെ കഴിവിനെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. അതുമല്ല എങ്കിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ ബിസിനസ് തുടങ്ങി, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഷോപ്പുകൾ തുടങ്ങി നല്ല നല്ല കഴിവുള്ള ഒരുപാട് വ്യക്തികൾ ഒത്തിരി ഒത്തിരി താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെയൊക്കെ പരാജയം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ സമയദോഷം. പക്ഷെ ഇനി ഒരു സമയത്ത് അത് മറ്റുള്ളവർ തിരിച്ചറിയാനുള്ള സമയമായിട്ടില്ല, അതാണ് പറയേണ്ടത്. എന്തെങ്കിലുമൊക്കെ എക്സാം എഴുതി അതിലൊരു നല്ല ഉന്നതമായ വിജയം, അതിനുള്ള സാധ്യത വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ജോലിയിൽ ഇന്റർവ്യൂവിന് നിങ്ങൾ പോയിട്ടുണ്ടോ, അവിടെ നിങ്ങൾക്കൊരു സക്സസ് വരാനുള്ള സമയമായിരിക്കുന്നു. മനസ്സിലായി? എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ നിങ്ങളെ അംഗീകരിക്കാൻ പോകുന്ന, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറാൻ തുടങ്ങുന്നു. മറ്റുള്ളവരുടെ ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങളിലേക്ക് അവാർഡ്, റിവാർഡ് എന്തൊക്കെ വരാമോ, എന്തൊക്കെ ഗിഫ്റ്റുകൾ ലഭിക്കാമോ, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെയും ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 3 എന്ന് പറയുന്നത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം എന്താണ് പ്രധാനമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതെന്ന് നോക്കാം. ഇവിടെ കണ്ടില്ലേ, ഇതുവരെ നിങ്ങൾ അടിച്ചമർത്തപ്പെട്ട് ജീവിതമായിരുന്നു, അതാണ് പറഞ്ഞത്. ഇതുവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നില്ല, കാരണം മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം, മറ്റുള്ളവർ നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളിൽ നല്ല കഴിവുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർ എപ്പോഴും നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു, അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ വരുന്നത്. എപ്പോഴും ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തികളാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉയർന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചിരുന്നത്. മനസ്സിലായോ? ഈ ഒരു സമയത്താണ് നിങ്ങളുടെ കഴിവുകൾ മറ്റു പലരും അംഗീകരിക്കാനുള്ള സമയമായിരിക്കുന്നത്. തിരിച്ചറിയാൻ തുടങ്ങുന്നത് ഈ ഒരു സമയത്താണെന്നാണ് കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഡ്രാപ്ഡ് ഇൻ ഫിയർ ആണ് വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു സമയത്ത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ, ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ചിലരൊക്കെ വിദേശത്ത് പോയിട്ട് അങ്ങനെ ഒരു മുറിക്കുള്ളിൽ കഴിഞ്ഞുകൂടുന്ന ചില അവസ്ഥകൾ ഉണ്ടാവാം. ഒന്നും കിട്ടാതെ, വെളിച്ചം പോലും കാണാൻ കഴിയാതെ, അതിനു പോലും സാധിക്കാതെ മൈൻഡ് വളരെയധികം ദുർബലമായിക്കൊണ്ട് ഒരു മുറിയിൽ അടച്ച് ഇരിക്കുന്ന ഒരു എനർജിയാണ്, ഒരു മുറിക്കുള്ളിൽ അടച്ചു കൂട്ടിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് എന്തിന്റെ കെണിയിലാണ്? ഫിയറിന്റെ, പേടിയുടെ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ വിദേശത്ത് ചെന്നിട്ട് അനാവശ്യമായ ചില കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. ഇനി നമ്മുടെ നാട്ടിലായാലും ശരി, അനാവശ്യപരമായ ചില കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ അവിടെ നിന്നും എന്താണ്, ഇവിടെ നിങ്ങൾ പോലും അറിയാത്ത ചില കാര്യങ്ങളിലാവാം നിങ്ങൾ കെണിയിലായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാതെ ഇപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാകാം. ചിലപ്പോൾ അതുമല്ല സാമ്പത്തിക ബാധ്യത നിമിത്തമാകാം, അതുമല്ല ആരോടെങ്കിലും ചിലപ്പോൾ വാങ്ങിച്ചത് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാവാം. എന്തായാലും ശരി, ഒരുപാട് പേടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. എന്തിന്റെ പേടിയാണ്? ഈ കാര്യങ്ങളൊന്നും മുന്നോട്ട് വരുന്നില്ല, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളിലൊന്നും എനിക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വെളിച്ചം വരുന്നുണ്ട്. നിങ്ങൾ ഈ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിവിടെ കുറെ നാളുകളൊന്നും ഇങ്ങനെ ഇരിക്കേണ്ടി വരില്ല. ഒരു 3-4 ദിവസം ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും ഇങ്ങനെ ഇരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന്, അല്ലേ? അപ്പോ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിന്റെ മടി,
കാരണം നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ അലസത വിചാരിച്ചിരുന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത നിമിഷം നിങ്ങൾ വിചാരിക്കണം, എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എനിക്ക് മറ്റു പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ട് ഈ ഒരു ഇരിപ്പ് എനിക്ക് ശരിയാവില്ല, ഞാനിതാ ചാടി എഴുന്നേൽക്കുന്നു. മനസ്സിലായോ? എനിക്ക് വന്നു ചേർന്ന പല കാര്യങ്ങളെയും ഞാൻ ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുന്നു, ലെറ്റ് ഗോ ചെയ്യുന്നു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിങ്ങൾ പുതിയൊരു ഊർജം കൈക്കൊള്ളുകയാണ് വേണ്ടത്. അങ്ങനെ പുതിയൊരു ഊർജം കൈക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണ്. എന്താണ് ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രമിച്ചു കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇനി എന്താണ് എനിക്ക് നേടാനുള്ളത്, അതിലേക്ക് ഞാൻ നല്ലതുപോലെ പരിശ്രമിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. ഞാൻ പവർഫുൾ ആണ്, ഞാൻ ആക്റ്റീവാണ്, ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടുതലായിട്ട് നിങ്ങളിവിടെ എന്തിൻ്റെ എനർജിയിലാണ് ഇപ്പോൾ പേടി അനുഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ, ഒരുപാട് തീരുമാനങ്ങളിൽ ഇവിടെ പറ്റുന്നില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, ഒരു കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. മനസ്സിലായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് വരാൻ കഴിയാതെ കണ്ണുകൾ പൂട്ടിക്കെട്ടിയിരിക്കുന്നു, റിയാലിറ്റിയിലേക്ക് വരുന്നില്ല. അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്, റിയാലിറ്റിയിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെയുള്ള ഇരിപ്പിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നും കാണാൻ വയ്യാതെ അല്ലാതെ മനസ്സുകൊണ്ട് ഒരുപാട് കുഴങ്ങി ഒരുപാട് ഭീരുവായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വയം ചാടി എഴുന്നേൽക്കണം. എനിക്കിങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഞാൻ റിയാലിറ്റിയിലേക്ക് വരികയാണ്. ഇതിവിടെ റിയാലിറ്റിയിലേക്ക് വരുന്നില്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. മനസ്സിലായോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് എനിക്കുള്ളത്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് നിർവഹിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്. മനസ്സിലായി? ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കണം, ഒന്നാമത്തെ കാര്യം. അതുണ്ടെങ്കിലാണ് മാനസികമായ സന്തോഷം ലഭിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുക. അതിനായിട്ട് കുറച്ച് നല്ലതുപോലെ കഷ്ടപ്പെടാതെ ഒന്നും നിങ്ങൾക്ക് നേടാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരിക. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ട്രാപ്ഡ് ഇൻ ഫിയറിൽ ഇരിക്കുന്നതും അതുകൊണ്ടാണ്. മനസ്സിലായോ? എടുക്കാവേ. ഇവിടെ പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് എന്നാണ്. കണ്ടല്ലേ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മളിവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. മനസ്സിലായ? അപ്പൊ ഇവിടെ എന്താണ്, മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ്. ഇൻറ്റ്യൂഷൻ വർദ്ധിപ്പിക്കുക. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വർദ്ധിച്ചു കിട്ടും. ആ ഒരു ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു വിജയത്തിലേക്കാണ് നിങ്ങൾ ഇവിടെ നീങ്ങേണ്ടത് എന്നാണ് പറയുന്നത്. ഇവിടെ അത് തന്നെ പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് ആണ്. 8 ആണ് നമ്പർ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഡബിൾ 8 വന്നിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ഡബിൾ 8 കാണുന്നവരുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ 8, അല്ലെങ്കിൽ ഇൻഫിനിറ്റി സിമ്പൽ കാണുന്നവരുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഡബിൾ 1 കാണുന്നവരുണ്ടെന്ന് തോന്നുന്നു, ഡബിൾ 3 കാണുന്നവരുണ്ടെന്നും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെന്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത്. കണ്ടല്ലേ, മുന്നോട്ട് നിങ്ങൾ പോകുന്നത് എന്തിനാ? അങ്ങനെയാണ്, ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്കാണ്. എത്രമാത്രം വലിയ ഇരുളിൽ നമ്മൾ കഴിഞ്ഞാലും അപ്പുറത്തൊരു വെളിച്ചമുണ്ട്. എത്ര വലിയ കൂരിട്ട് വന്നു കഴിഞ്ഞാലും സൂര്യൻ ഉദിക്കാതിരിക്കില്ല. മനസ്സിലായോ? എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലും സൂര്യൻ ഉദിക്കും. ആ ഒരു പ്രകാശത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാക്കിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരൂ എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്താണ് ഫോർച്യൂൺ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാം. ഇന്നത്തെ ഭാഗ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ഭാഗ്യമാണ് നിങ്ങളെ തേടി വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ലില്ലി, ലൈറ്റ്നിങ്,
സിസേഴ്സ്. ഒന്നുകൂടി എടുക്കാതെ. ടവർ. ഇവിടെ നമുക്ക് നല്ലൊരു ടവറാണ് വന്നിരിക്കുന്നത്. അല്ലെ, ഫസ്റ്റിൽ തന്നെ വന്നിരിക്കുന്നത് നമുക്ക് ബെല്ലാണ്. ബെല്ലെന്ന് പറയുമ്പോൾ എന്താണ്? ഒരു അനൗൺസ്മെന്റ് ആണ് അല്ലെ. ഒരു ബെല്ലടി മുഴങ്ങുമ്പോൾ പല കാര്യങ്ങളും, അതിന്റെ മീനിങ് എന്താണ്? എന്തെങ്കിലും ഒരു പ്രത്യേക മീനിങ് ഉണ്ടാവുമല്ലോ. സ്കൂളിൽ ഒരു ബെല്ലടി കേൾക്കുന്നത്, അല്ലെങ്കിൽ പള്ളിയിൽ ഒരു ബെല്ലടി, എവിടെയെങ്കിലും ആയാലും ക്ഷേത്രങ്ങളിലായാലും ഒരു ബെല്ലടിക്ക് എന്താണ്? ഒരു അറിയിപ്പാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബെല്ലടി കേൾക്കാൻ തുടങ്ങുന്നു. എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഒരു അനൗൺസ്മെന്റ് നിങ്ങളിലേക്ക് ദൈവികമായ എനർജിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് പൊസിഷൻ ഓഫ് അതോറിറ്റിയാണ്. ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇവിടെ മൂൺകാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ചസ് വരും, വരാതിരിക്കില്ല. വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. വരാനുള്ള സമയമായിരിക്കുന്നു. പൊസിഷൻ ഓഫ് അതോറിറ്റി, ഒരു അധ്യക്ഷ പദവിയിലിരിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഇവിടെ നമ്മൾ റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ് വന്നപ്പോഴേ പറഞ്ഞു നിങ്ങൾക്കൊരു എന്താണ്? ഒരു അധ്യക്ഷ പദവി വരുന്നുണ്ട്. നിങ്ങളെ അംഗീകരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, ആദരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങളുടെ അറിവിനെ തിരിച്ചറിയാൻ ആൾക്കാരുണ്ട്, കഴിവിനെ തിരിച്ചറിയാനുള്ള ആൾക്കാരുണ്ട് എന്നാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇവിടെ ലൈറ്റനിങ് ആണ് വന്നിട്ട്. കൺട്രോൾ യുവർ ആങ്കർ ഓർ യു വിൽ ബി സോറി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കുള്ളിൽ ദേഷ്യമുണ്ട് അല്ലെ. എവിടെയെങ്കിലും 2-3 പേർ കൂടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വലിയ ആളാണ് എന്നുള്ള ആ ഭാവം കളയില്ല. അതിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുക. എന്താണ്? എന്തെങ്കിലും പറയുന്ന കേട്ടോ പെട്ടെന്ന് ചാടിക്കയറി ദേഷ്യം കൊണ്ട് അവിടെ ആളാവാൻ നോക്കുക. അങ്ങനെയുള്ള ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ മുതൽ തന്നെ ഈ ഒരു സ്വഭാവത്തെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യമാണ്. കാരണം ദേഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സക്സസിലേക്ക് പോകാൻ സാധിക്കില്ല. നിങ്ങളുടെ എനർജിയാണ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത് തിരിച്ചറിയുക, അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? ഇനി ഡിസപ്പോയിൻമെന്റ് ഇൻ സം അഫെയർ, ആരിൽ നിന്നെങ്കിലും നിങ്ങളുടെ ചില ഒത്തിരി നിങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന് സ്നേഹിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാവല്ലോ. അങ്ങനെ ചില പ്രിയപ്പെട്ട ചില കൂട്ടുകാരും ഉണ്ടാവാം. അങ്ങനെയുള്ള സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അഫെയറിൽ നിന്നോ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു ചെറിയ വാക്ക്, നിരാശപ്പെടുത്തുന്ന ഒരു വാക്ക് കേൾക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. എല്ലാവർക്കും അത് വരണമെന്നില്ല കേട്ടോ. അപ്പൊ അത് പ്രതീക്ഷിച്ചങ്ങ് നോക്കിയിരിക്കരുത്. പിന്നെ അടുത്തത് ലില്ലിയാണ്. സ്പിരിച്വൽ ലവ് ആണ് വന്നിരിക്കുന്നത്. കണ്ടല്ലേ, ഇവിടെ സ്പിരിച്വൽ ലവ് ആണ്. സ്പിരിച്വൽ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആത്മീയപരമായ ആ ഒരു സ്നേഹം, ആത്മീയ സ്നേഹമാണ്. കാരണം ഇതുപോലെ ഒരു സോളാണ് മറ്റുള്ള വ്യക്തിക്കുമുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് പരസ്പരം സ്വയം സ്നേഹിച്ച് മറ്റുള്ളവരെ കൂടെ സ്നേഹിക്കാനുള്ളത് ഒരു കഴിവ് അത് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ടവറാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടവർ എന്ന് പറഞ്ഞാൽ ഇവിടെ നശിച്ചിട്ടില്ല. മറ്റേ നമ്മുടെ ഇതിനകത്തിൽ മേജർ അർക്കാനയുടെ ടാരോ കാർഡ്സിലൊക്കെ വരുന്ന ടവർ എന്ന് പറഞ്ഞാൽ അത് നശിച്ചു പോയിരിക്കുകയാണ്. ഇവിടെ എന്താണ്? നശിച്ചിട്ടില്ല, സോളിഡായിട്ട് നിൽക്കുന്നതാണ്. ഇവിടെ സോളിഡ് ഫൗണ്ടേഷൻ ആണ് ഇവിടെ ഈ ഒരു ടവറിന്. ഇത് ഒരുപാട് സക്സസ് കൊണ്ടുതരുന്നതാണ്. ഇതിനെന്തെങ്കിലും നാശനഷ്ടം വരുമ്പോഴാണ്, പ്രത്യേകിച്ച് ഒരു ഇടിമിന്നലോ വല്ലതും സംഭവിക്കുമ്പോഴാണ് ഇവിടെ നമ്മളുടെ സ്വപ്ന കൊട്ടാരം ഇടിഞ്ഞ് തരിപ്പണമാകുന്നത്. ഇവിടെ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. സക്സസിലേക്ക് എഫേർട്ട് എടുത്ത് സക്സസിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇത്. നിങ്ങളിപ്പോൾ എടുക്കുന്ന എഫേർട്ടിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ലഭിക്കാൻ പോകുന്നു. സോളിഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്തേക്കണേ. പിന്നെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.